ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിപ്പൂസ് വ്ലോഗ്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ളൊരു ഇതുണ്ട് വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിപ്പോയി എടുക്കുമ്പോൾ. നല്ല ചൂടൊക്കെ തുടങ്ങിയില്ലേ. എന്തെല്ലാം വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി ഞാനൊരു കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് അവിടുന്ന് കിട്ടിയ ഗിഫ്റ്റ്സും അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എനിക്ക് കിട്ടിയ എല്ലാ അത്ലറ്റ്സിനും കിട്ടിയ ഒരു ട്രോളിയാണ് ഈ കാണുന്ന ട്രോളി. ഇതെനിക്ക് എങ്ങനെ നിങ്ങൾ കാണിക്കണം എന്നൊക്കെ അറിയില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാണിക്കുമായിരിക്കും. അപ്പോൾ ഇതാണ് വീഡിയോ. ഇതിൻ്റെ ഒരു ഫുൾ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒരു അൺബോക്സ് ചെയ്യുന്നതും അതൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് തന്നെ ട്രോളി നല്ല ട്രോളിയാണ് ഗൈസ്. എല്ലാ കേരള അത്ലറ്റ്സിനും സെയിം ട്രോളിയാണ്, സെയിം കളറ്. ഇത് ഇങ്ങനത്തെ നീങ്ങുന്ന ട്രോളിയാണ്. നല്ല ട്രോളിയാട്ടോ. ആൻഡ് ഇത് എനിക്ക് കിട്ടിയ താങ്ക്സ് ടു അമ്മുവാണ് എനിക്ക് ഈ ട്രോളി ഇങ്ങോട്ട് എത്തിച്ചത്. തിരുവനന്തപുരത്തായിരുന്നു ട്രോളി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനുള്ളിലത്തെ ഒരു കിറ്റ് ഉണ്ട്. ആ കിറ്റ് എനിക്ക് ഉത്തരാഖണ്ഡ് വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രോളി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ട്രോളിയിൽ 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു, അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്നത് ഞാൻ ഉത്തരാഖണ്ഡിലായതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അമ്മുവാണ് എനിക്കിത് എടുത്ത് തന്നത്. അപ്പോൾ തുറക്കണേ. ഇങ്ങനെ പൊറുക്കറൊച്ചത് ട്രൈപ്പോഡൊന്നുമില്ല ഗൈസ്. കമാലിയൻറ്റ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ അത് ഇതിലൂടെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പോലെ പൂവും ചെണ്ടും അതുപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. എല്ലാം സ്പോർട്സ് റിലേറ്റഡ് ഗിഫ്റ്റ്സ് ആണ് ഉണ്ടാവുക. അവർ തന്ന അപ്പർ, അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ട്, അങ്ങനത്തെയൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിക്കുന്നത് ഈ ജേഴ്സിയാണ്. കേരള എന്ന് എഴുതിയ ജേഴ്സിയാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ആൻഡ് ഇതും ഉത്തരാഖണ്ഡ് 38 നാഷണൽ ഗെയിംസ് നേടിയിട്ടുണ്ട്. അതിൻ്റെ ഒരിതാണ്. നല്ല ക്ലോത്തിൻ്റെ തന്നെ കേട്ടോ. ഇതാണ് ഫസ്റ്റ് സാധനം കിട്ടിയത്. ആൻഡ് ഞാൻ സൈസ് നമുക്ക് അവിടെ ഒരു എക്സൽ ഷീറ്റ് അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അതിൽ തന്നെ എല്ലാ സാധനങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ സാധനങ്ങളും ഒരു സൈസ് അല്ലെങ്കിൽ 2 സൈസ് ഞാൻ എക്സ്ട്രാ കൂട്ടിയിട്ടാണ് കൊടുക്കാറ്. അതുപോലെ ഇതിനകത്ത് മണത്തരം പറ്റുന്നത് അത്രയും ലൂസ് സാധനമാണ് കിട്ടിയത്. ഞാൻ XXL ആണ് ഷർട്ട്സ് ഒക്കെ ഓർഡർ ചെയ്തത്. ഞങ്ങൾക്കിപ്പോൾ മീഡിയം മതി ആക്ച്വലി. ആൻഡ് പാൻറ്റ് വന്നിട്ട് നല്ല ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് 2XL ആണ് ഓർഡർ ചെയ്തത്. വളരെയധികം പൊട്ടത്തരായി പോയി. കാരണം അപ്പുറമൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലൂസായിട്ട് ഇരിക്കുന്നുണ്ടാവും. ആദ്യം തന്നെ ഞാൻ അപ്പുറം കാണിച്ചു തരാം. ഇതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ സോ താങ്ക്സ്. അൽഹംദുലില്ലാ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇതൊക്കെ കിട്ടിയത് വലിയ സന്തോഷം. എന്നിട്ട് വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ കൊടുക്കാൻ നോക്കാം. എനിക്ക് ഭയങ്കര അത്ര ഇല്ലെങ്കിലും എനിക്കിത് 2ാമത്തെ ദിവസമാണ്, കോമ്പറ്റീഷൻ്റെ 2ാമത്തെ ദിവസമാണ് എനിക്ക് ഈ അപ്പുറം കിട്ടിയത്. നല്ല മെറ്റീരിയൽ അത്യാവശ്യം വലുതാണ് സംഭവം. എനിക്ക് 2ാമത്തെ ദിവസമാണ് ഈ അപ്പുറം കിട്ടിയത്. ഫസ്റ്റ് ദിവസം അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് പ്രൈസ് കിട്ടുന്ന സമയത്ത് ഈ സാധനം ഞാൻ ജേഴ്സി ഇട്ടിട്ടായിരുന്നു ഞാനിത് റിസീവ് ചെയ്ത സംഭവം. അപ്പറാണ്. ഓക്കെ, അടുത്ത സാധനം നമുക്ക് നോക്കാം. ഈ അപ്പറിൻ്റെ കൂടെ തന്നെ അത് സെയിം മെറ്റീരിയലിൽ തന്നെ പാൻറ്റല്ല ലോവർ എന്ന് പറയും. ഇതും നല്ല ലൂസാണ് ഗൈസ്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. ടൈറ്റായിട്ട് ആകെ പെണ്ണത് ടൈറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ടൈറ്റായി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിട്ടിട്ടാണ് പയറ്റണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ അത്രയും എന്താ പറയുക ലൂസ് ഓർഡർ ചെയ്തത്. സ്പോർട്സ് എന്നിട്ടുള്ള ബ്രാൻഡിൻ്റെ സ്പോർട്സ് വെയർ സാധനങ്ങളാണ് എല്ലാം. ഓക്കെ, ഇതും നല്ല വലുപ്പമുള്ള ബ്രാൻഡാണ്, നല്ല ക്ലോത്താണ്, എല്ലാം പക്ക കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് കിട്ടിയത് വേറൊരു ട്രാക്ക് സ്യൂട്ടാണ്. ഇതും എനിക്ക് ബ്ലാക്ക് ട്രാക്ക് സ്യൂട്ട് എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള സ്പോർട്സ് ആണ്. ഇതിൻ്റെ തന്നെ പാൻറ് വരുന്ന ഒരു എലാസ്റ്റിക് പോലെയുള്ള എന്നാൽ ലൂസുള്ള ട്രാക്ക് സ്യൂട്ടാണ്. ഇത് നോർമൽ ബ്ലാക്ക്. അടുത്തത് ഞാനിപ്പോൾ ഇട്ടിട്ടില്ലേ അതിൻ്റെ തന്നെ വേറൊരു കളറാണ്, ഒരു ആഷ് കളറുള്ള ടീഷർട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വാപ്പാക്ക് വാങ്ങും, അത്രയും ലൂസ് സാധനം ഓർഡർ ചെയ്ത്. ബാക്കിൽ കേരള എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് വന്നിട്ടും XL തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇത് നല്ല കളറാട്ടോ. ദിസ് ഈസ് ഓൾസോ നൈസ്. രണ്ടും നല്ല കളറാണ്. ഇതിൻ്റെ അടിയിൽ ബ്ലാക്ക് അല്ലേ? ഓക്കെ, ഇതിൻ്റെ അടിയിൽ പിങ്കാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുടക്കിക്കാളെ. ഓക്കെ, ഇതൊരു
ഷോർട്ട് വീഡിയോ ആയിരിക്കും, വെറുതെ ഞാൻ ഇത് റാൻഡമായിട്ട് ഇതെനിക്കിനി എൻ്റെ ലൈഫിൽ കിട്ടുന്ന അപൂർവമായ കുറച്ച് നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് വെക്കാനാണ് ആക്ച്വലി ഞാൻ യൂട്യൂബ് തുടങ്ങിയത് തന്നെ. നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഹാപ്പി കിട്ടുന്ന മൊമെൻറ്റ്സ് ഷൂട്ട് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്ത് വെക്കാൻ തോന്നിയൊരു വീഡിയോ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പെട്ടി തുറന്നിട്ടുണ്ടല്ലേ, 3 ആഴ്ച ഞാൻ നാട്ടിലെത്തിയിട്ട് ഈ പെട്ടിയിൽ നിന്നൊന്നും ഞാൻ എടുത്ത് യൂസ് ചെയ്തിട്ട് പോലില്ല. ആകെ ഷർട്ട് മാത്രം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇതിട്ട്. അടുത്തത് വന്നിട്ട് ഹുഡി. ഇതൊരു ഹുഡിയാണ്. ഇത് പക്ക കേട്ടോ. എനിക്കിത് ഞാൻ എന്താവോ പറയുമ്പോൾ എന്താ സൈസ് അപ്പോൾ ഇത് XXL ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഈ ചൂടുകാലത്ത് ഇടാൻ പറ്റില്ല. എനിക്ക് ഒന്നാമത്തെ കയർ ഇഷ്ടമല്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദിസ് ഈസ് ടു ഗുഡ് ഗൈസ്. നല്ല കേട്ടോ അത്. വേണ്ട, ഇത് എന്തോ എനിക്ക് കറക്റ്റ് ഫിറ്റാണ് ഈ ഹുഡി വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ മേലെ നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇതുണ്ട്. ഇപ്പുറത്ത് 88 നാഷണൽ ഗെയിംസിൻ്റെ ലോഗോ ഉണ്ട്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി. എനിക്ക് കയർ മാത്രം ഇഷ്ടമല്ലാത്തുള്ളൂ. അതെനിക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് ട്രൗസറാണ്. ആൻഡ് ഫസ്റ്റ് ടൈം നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്, എയർപോർട്ടിൽ നിന്ന് കിട്ടിയത് 2 സെറ്റ് ഓഫ് ജേഴ്സി ഇതായിരുന്നു. ജേഴ്സിയും ലോവറും ഉണ്ടായിരുന്നു, ഷോർട്ട്സും ആയിരുന്നു. ടൈമിൽ കിട്ടിയപ്പോൾ ഞാൻ പഠിച്ചോനെ ട്രാക്ക് സ്യൂട്ട് അല്ലേ, ഷോർട്ട്സ് ആണോ ഇത്, ഞാൻ 2 വരും. ഇതാണ് വേറെ ഷോർട്ട്സ്. നല്ല സാധനമാണ്, ഷാപ്പിലേക്കൊക്കെ പെടാം. അങ്ങനെ പിന്നെ എനിക്ക് കിട്ടിയത് ഇപ്പോൾ കുറേ ഡ്രസ്സ് കാണിച്ചതല്ല ഷൂ. ഇതും അടിപൊളിയായിട്ട്. ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ട് പോലില്ല. ബൗൺസ് എന്നുള്ളൊരു കമ്പനിയുടെ. എൻ്റെ അമ്മേ, ഇത് ഞാൻ സൈസ് വലുത് ഓർഡർ ചെയ്ത്. എനിക്ക് എന്നിട്ട് സത്യം പറഞ്ഞാൽ അവിടെ ചീത്ത കേട്ടു. എനിക്ക് എന്തിനാ അത്ര വലുത് മേടിച്ചെന്ന് പറഞ്ഞിട്ട്. ഷൂട്ട് നോക്കട്ടെ ഗൈസ്. സെറ്റാണ് ഗൈസ്. ഇത് നല്ല കേട്ടോ, ശരിക്കും അടിപൊളി ഷൂസ്. അതിൻ്റെ 2 പെയർ ഇട്ടിട്ടുണ്ട്. സ്പോർട്സ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷൂസാണ്. ഞാൻ നല്ല ഇവിടെ നിന്ന് തന്നെ പോകുമ്പോൾ എനിക്ക് 2 സെറ്റ് ജേഴ്സിയുടെ അതാണ് കിട്ടിയത്. അതാണിത്. ഇതാണ് ഞാൻ മെഡൽ മേടിക്കുമ്പോഴൊക്കെ ഞാൻ ഇട്ട ജേഴ്സി. ഇതാണ് മഞ്ഞ, കേരളത്തിൻ്റെ അദാനി സ്പോൺസർ ചെയ്ത ജേഴ്സിയാണിത്. കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ കേട്ടോ. ഈ മഞ്ഞ ജേഴ്സി ബാക്കിൽ കേരള എഴുതി. ഓക്കെ, ഇതാണൊന്ന്. ആൻഡ് സെയിം പാറ്റേണിൽ കളർ ചേഞ്ച് മാത്രമുള്ള വേറൊരു ജേഴ്സിയാണിത്. ഓക്കെ, ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടിയത് 2 ട്രൗസേഴ്സാണ് ഗൈസ്. ഇതും ട്രൗസറായിരുന്നു. ഇതാണ് കിട്ടിയത്. ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ടർക്കിയാണ്. സ്പോർട്സ് ടർക്കി. നമ്മളിങ്ങനെ വേർക്കും സ്വെറ്റ് ചെയ്യുന്നൊക്കെ. ഇത് കിട്ടിയപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് വെച്ച് കുളിക്കാത്ത എനിക്ക് എന്തിനാണ് ടർക്കി ചെയ്യും ഗൈസ്, ഞാൻ കുളിക്കും. ഇതാണ് വേറൊരു സംഭവം. വലിയ ടർക്കിയാണ്. ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു, തോന്നുന്നു കേട്ടോ. 2 സെറ്റ് സോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, വൈറ്റ്. അതും സെയിം ബ്രാൻഡ് തന്നെ, സ്പോർട്സ് ആൻഡ് ബ്രാൻഡിൻ്റെ തന്നെയാണ്. ആൻഡ് എനിക്ക് കുപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. കുപ്പി എനിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. എനിക്ക് കുപ്പി ഭയങ്കര ഇഷ്ടമാണ്. കുപ്പി ഞാൻ ഉത്തരാഖണ്ഡ് പോയിട്ടും ഞാനൊരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തത്, ഇതെന്തോ ഒരു സ്പ്രിങ്. ഇതിനുള്ളിൽ എവിടെയോ വെക്കാനുള്ളതാ തോന്നുന്നു. അതിനാണ് സ്പ്രിങ്. ഓക്കെ, സോറി, തീരെ വെയ്യ എനിക്ക് ആക്ച്വലി. ഓക്കെ, ഇത് എത്ര ml? എത്രയോ ml ഉള്ളിയാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ക്യാപ്പ് ഉണ്ട്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടം. ക്യാപ്പ്, കുപ്പി, ഷൂ, ഷാള്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ, നല്ലൊരു ക്യാപ്പും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കിട്ടിയത്. കയ്യിൽ ഇതിന് കളർ നോക്കണം. ആൻഡ് ഇവിടെ ഒരു ഇതാണ് ടാഗ് കേട്ടോ അവിടുത്തെ. ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡൊക്കെ എനിക്ക് കിട്ടുന്നായിരുന്നുള്ളൂ. ഇതാണ് ടാഗ്. കണ്ട, നാഷണൽ ഗെയിംസിൻ്റെ ടാഗാണ്. അൻഷിഫാക്കെ കളരിപ്പയറ്റ് കേരള. ഇത് കഴിച്ചിട്ട് നടന്ന്. അപ്പോൾ ഇതൊക്കെയാണ്
ട്രോളിയിൽ വന്ന സാധനങ്ങൾ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് കേരള ഗവൺമെൻറ് എല്ലാ സ്പോർട്സ് അത്ലറ്റ്സിനും കൊടുത്ത ഒരു ട്രോളിയും അതിലുള്ള സാധനങ്ങളാണ്. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് ഉത്തരാഖണ്ഡ് വെച്ചാണ് നടന്നിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ റിസീവ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇവിടെ ഒരു കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഈ സഞ്ചി. അതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ കപ്പ് ഉണ്ടായിരുന്നു. കപ്പാണിത്. ഇതാണ് അത് ഗിഫ്റ്റ്. നല്ല ഉത്തരാഖണ്ഡിൻ്റെ അവിടുത്തെ കിളിയാണ്. ഇതായിരുന്നു അവിടുത്തെ ഐക്കൺ. സ്ട്രോക്ക് കപ്പ്. കപ്പ്. പിന്നെ എനിക്ക് കിട്ടിയതാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടി. ഇതൊക്കെ അടുക്കള കൊണ്ടാക്കണം. ഇത് കോഫി കപ്പ് എന്നുകൊണ്ട് പറയും. ഷേക്കിട്ട് അതുണ്ട്. എല്ലാത്തിനും മേലെ എംബ്ലം കിട്ടാം. പിന്നെ എനിക്ക് കിട്ടിയതാണ്. നമുക്ക് ചൂടുള്ള സാധനങ്ങളൊക്കെ തന്നെ ആക്കി വെക്കുന്നതാണ് തോന്നുന്നത്. അതന്നെ തോന്നുന്നു. അതാണിത്. അങ്ങനത്തെ ഒരു 5-4 കിട്ടി. ആൻഡ് പിന്നെ ഒരു കീ ചെയിൻ. ഇതായാലും ജസ്റ്റ് ഒരു കോംപ്ലിമെൻറ്റ് പോലെ ഒരു തന്നു കേട്ടോ. എല്ലാത്തിനും വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാർഡ്. ഇതിനുള്ള നമുക്ക് കാർഡിൽ വെക്കാം. ഫോട്ടോ കേൾക്കുന്നുണ്ടോ പറയണേ? നമുക്കറിയാം. ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഉത്തരാഖണ്ഡ്. നമ്മൾ ഫ്രിഡ്ജ് ഇതിനെന്താ പറയുക, ഇതിനെന്തൊരു പേരുണ്ട്, മറന്നുപോയി. ഇത് ഫ്രിഡ്ജ് പൊട്ടിക്കുന്ന ആ സാധനം, അത് ഉത്തരാഖണ്ഡിൽ നിന്ന്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഹിമാലയൻ കുക്കീസ്. രാഗി കൊണ്ട് ഉണ്ടാക്കുന്ന കുക്കീസാണ്. കഴിഞ്ഞു. ഇത് കിട്ടി. പിന്നെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അതെനിക്ക് മനസ്സിലാകാൻ സംഭവം പി സേഫിൻ്റെ ആയിരുന്നു. പി സേഫിൻ്റെ നമ്മൾ പുറത്ത് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലോസറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആ ഇതിമേ അടിക്കാൻ പറ്റുന്ന സ്പ്രേ. ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത് കാണുന്നത്. പറയുമ്പോൾ നമ്മളെപ്പോഴും പുറത്ത് പോകുന്നതാണ്. വളരെയധികം യൂസ്ഫുള്ള സാധനം കേട്ടോ അത്. പി സേഫിൻ്റെ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ സ്പ്രേ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എന്ത് ഉത്തരാഖണ്ഡിൽ നിന്ന് അവരെ ഗവൺമെൻറ് ഞങ്ങൾക്ക് തന്ന ഈ ഒരു സഞ്ചി. ഓക്കെ, സഞ്ചിയിൽ ഞാൻ നാഷണൽ ഗെയിംസിൽ പോയത് കളരി കോമ്പറ്റീഷൻ ആയിരുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ കളരി പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടുന്ന് വിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടുന്ന് വിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. 3 സാധനങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് ഇതായിരുന്നു. എന്തായിരിക്കും ഇത്? എനിക്ക് ഇത് തൊപ്പിയാണ് കൈസ്, തൊപ്പി. ഇത് ഉത്തരാഖണ്ഡിലത്തെ അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്യാപ്പാണ്. ഇത് ഇവിടെ ബാഡ്ജ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു. ഇത് അവിടുത്തെ ട്രഡീഷണൽ ക്യാപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇതെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തന്നത് ഞാൻ പറഞ്ഞ അവിടുത്തെ കിളിയാണ് തോന്നുന്നത്. കിളിയാണ് മൗസീന എന്തോ പേര് പറഞ്ഞു. ആ കിളിയായിരുന്നു വായിക്കണം അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ബൊമ്മ. ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ ഗൈസ്, അവിടെ എല്ലാ അത്ലറ്റ്സിനും പ്രൈസ് കിട്ടിയ എല്ലാ അത്ലറ്റ്സിനും ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞങ്ങളെ കാണിക്കാൻ പോണത് എനിക്കിതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് എനിക്ക് ലൈഫ് ലോങ് കീപ്പ് ചെയ്യാൻ പറ്റിയ അപ്പോൾ ഇതാണ് നമ്മുടെ എനിക്ക് കിട്ടിയ മെഡൽ. പ്രശ്നം കിട്ടില്ല കേട്ടോ. ഇതാണ് എനിക്ക് കിട്ടിയ മെഡൽ. ചിലപ്പോൾ ഇത് കാണുന്നവർക്ക് ഇത് ഷോഫ് പോലെ തോന്നുന്നുണ്ടാവും, അറിയില്ല. എന്തായാലും ആ ടൈമിൽ എനിക്കിത് അത്രത്തോളം ഹാപ്പി ആവാനോ അങ്ങനെ എക്സ്പ്രസീവ് ആവാനുള്ളൊരു ഇത് കിട്ടിയില്ല. ഇപ്പോൾ ഇത് കിട്ടിയിട്ട് ഇപ്പം 3 ആഴ്ചയാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കുമ്പോഴാണ്, നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ഭയങ്കര അധികം ഇപ്പോൾ സന്തോഷമുണ്ട്. ഒരുപാട് താങ്ക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ അൽഹംദുലില്ലാ എനിക്ക് ഇത് ഒരു ചാൻസ് കിട്ടിയത് തന്നെ എന്താ പറയണതെന്ന് എനിക്കെന്നെ മനസ്സിലാവണില്ല. ഓക്കെ, പാരൻസിനോടും എല്ലാവരോടും താങ്ക്സ്. എൻ്റെ കൂടെ നിന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അടിപൊളിയായി പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഫ്രണ്ട്സ്, ഫാമിലി, എൻ്റെ ഓഫീസിലെ ആൾക്കാർ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് കുറേ ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ സന്തോഷത്തിൽ അവർ സന്തോഷിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് റിയലൈസ് ചെയ്യാനും കൂടെ പറ്റിയ ടൈം തന്നെയായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ 0 എക്സ്പെക്റ്റേഷനിൽ പോയ ആളാണ്. അപ്പോൾ നിങ്ങൾ കഴിയാൻ തോന്നാറ് അല്ല, ഞാൻ സത്യമായിട്ടും ഞാൻ ഇങ്ങനെ അവിടെ പോയിട്ട് ഇത് കിട്ടുമ്പോൾ ഒന്നും ഞാൻ കിറ്റ് കിടക്ക് ചിരിയല്ല. ഞാൻ കിട്ടുന്നു. കാരണം കഴിഞ്ഞ എല്ലാ അത്ലറ്റ്സിനും എല്ലാ പ്രോഗ്രാമിന് പോകുമ്പോൾ നാഷണൽ ഗെയിംസിൽ പോകുമ്പോൾ അവർക്ക് കിറ്റ് കിട്ടും. പക്ഷേ എനിക്ക് അതുപോലെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കിട്ടുന്നതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നന്നായി ചെയ്യാൻ പറ്റണം, ഉപ്പാൻ്റെ അപ്രൂവൽ ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ബാക്കിയൊക്കെ അൽഹംദുലില്ലാ റാഹത്തായി നടന്നു. ട്രാവലിംഗ് ആയിക്കോട്ടെ ഒക്കെ നല്ല രീതിയിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു.
എൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര പാവം പ്രൗഡും തോന്നിയത് സത്യം നിങ്ങളോട് പറയുമ്പോഴാണ്. കാരണം നല്ല എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം. കാരണം ഇന്നെ തന്നെ ഞാനൊന്ന് സെറ്റാക്കിയിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പോയത്. എനിക്ക് വെറുതെ കിട്ടിയതല്ല, എനിക്ക് ഭയങ്കര ധൈര്യത്തോട് പറയാം. കാരണം ഞാൻ എന്താ പറയുക ഒട്ടും ഒരു ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ പോലും ഞാൻ നന്നായിട്ട് ടൈം കണ്ടെത്തി ഓഫീസും പ്രാക്ടീസും ഒക്കെ പാടെ കൂട്ടിയിട്ടൊക്കെയാണ് ഞാൻ കോമ്പറ്റീഷന് പോയത്. എന്താ പറയുക വെറുതെ കിട്ടിയതല്ല, സ്വാധീനം കൊണ്ടല്ലാന്നും എനിക്കറിയാം. ടീം ഇവൻറ്റ് പോലെയല്ല ഇൻഡിവിജ്വൽ ഇവൻറ്റ് നമുക്ക് കിട്ടുന്നത്, ഒറ്റയ്ക്ക് കിട്ടിയ ഒരു നേട്ടം പോലെയാണ്. അപ്പോൾ അത് ആൻഡ് സോ ഹാപ്പി. അൽഹംദുലില്ലാ, വീണ്ടും അൽഹംദുലില്ലാ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കുറേ പേര് സപ്പോർട്ട് ചെയ്തു. കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയൊരു മൊമെൻ്റ് ആയിരുന്നു ഞാൻ ഈ പോക്കാണ്. കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പല സൈഡിൽ നിന്നും പല അഭിപ്രായങ്ങളുണ്ടാവും, പല രീതിയിലുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ടാവും. നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ടാവും, ചീത്ത രീതിയിലുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ടാവും. രണ്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ നമ്മളെ കൂടെ നമ്മൾ നിൽക്കുക, വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ കൂടെ നമ്മളെ നിൽക്കുക. നമ്മളെ കാര്യങ്ങൾ നമുക്കേ അറിയുള്ളൂ. നമ്മളെങ്ങനെ ചെയ്യും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ്, അതൊക്കെ നമുക്കറിയുള്ളൂ. നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക്, ജസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് അവർ പുറത്ത് എന്താ അതല്ലേ കാണുള്ളൂ, അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതല്ലേ കാണുള്ളൂ. നമ്മളെ കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിൽ വിശ്വസിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ബോധോദയം വന്ന സമയമൊക്കെയാണ് ഇതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ എപ്പോഴൊക്കെ ചെറിയ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാലും വലിയ വീഡിയോ ആവുക. അപ്പോൾ അത്രക്കുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോലും എനിക്കറിയില്ല. ഇനി ഇതൊക്കെ എനിക്ക് യൂസ് ചെയ്യാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ആൾക്കാരും കൂടി ഉള്ളൂ കേട്ടോ 1K ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ.